ഞങ്ങളെയും കൊച്ചും കൂടെ പറഞ്ഞുകൊണ്ടാണ് ഒരു കട്ടിലും കതവും പണിയാൻ പറഞ്ഞത്. അപ്പം മോളും മോളുടെ ആങ്ങളെ എത്രാം ക്ലാസ്സിൽ പഠിക്കുക? 8ൽ പഠിക്കുക. മോളുടെ പേര് എന്ത്? സാരംഗിന്നല്ലയോ? അപ്പൊ സാരംഗി, നമ്മൾ എന്തിനാ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത് ഈ കട്ടിലേല്? ഒരു വീടില്ലാത്ത അപ്പൂപ്പന് വീട് പണിഞ്ഞു കൊടുത്തപ്പോ കട്ടില് പണിയാ. കണ്ടോ, നമ്മള് സദാനന്ദപുരത്ത് ഒരു അച്ഛനൊരു വീട് വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് സുഹൃത്തുക്കളെ സഹായിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് നമ്മുടെ മോളാണത് അച്ഛനടുത്ത് പറയുന്നതല്ലേ, ഒരു അപ്പൂപ്പനൊരു കട്ടില് പണിഞ്ഞു കൊടുക്കണേന്നല്ലേ. അപ്പൊ അതാണ്ട് ഒരു കട്ടിലും പിന്നെ വേറെ കഥവും ഇല്ലയോ? കഥ കാണിച്ചേ. അപ്പൊ ഈ ഒരു കട്ടിലും ഈ കഥവും നമ്മുടെ കൊച്ചു മിടുക്കി. മോൾ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നത്? ഉണ്ടോ, 1ാം ക്ലാസ്സിൽ പഠിക്കുന്നേ ഉള്ളു. സാരംഗി എന്നാണ് പേര്. ഇപ്പൊ മോള് അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ട് ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്, SS ഫർണിച്ചർ എന്നാണ് ഷോപ്പിന്റെ പേര്. ഞങ്ങളെയും കൊച്ചും കൂടെ പറഞ്ഞുകൊണ്ടാണ് ഒരു കട്ടിലും കതവും പണിയാൻ പറഞ്ഞത്. അപ്പം മോളും മോളുടെ ആങ്ങളെ എത്രാം ക്ലാസ്സിൽ പഠിക്കുക? 8ൽ പഠിക്കുക. കണ്ടോ, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോക്കൊരു ആങ്ങളെ ഉണ്ട്. അപ്പൊ ഇവർ രണ്ടുപേരാണ് നമ്മുടെ വീഡിയോ കണ്ടത്. അപ്പം ഈ അച്ഛന്റെ കട്ടിലല്ലേ, അച്ഛന് കിടക്കാൻ വേണ്ടി ആ ഒരു അവസ്ഥ അന്ന് നമ്മൾ വീഡിയോക്കകത്ത് പറഞ്ഞായിരുന്നു. അത്രയ്ക്ക് ദയനീയമായ ഒരു അവസ്ഥയിലാണ് കിടക്കുന്നത്. അപ്പൊ ഇവർ രണ്ടുപേരുമാണ് ഇവരുടെ അച്ഛനെ നിർബന്ധിച്ച്, ഇവരൊക്കെ പണിക്കാരാണ്, SS ഫർണിച്ചറിൽ പണിക്കാരാണ് ഇവരെ കൊണ്ട് ഈ ഒരു കട്ടിലും കതവും പണിയിപ്പിച്ച് ഒരു വലിയ മാതൃകയാണ്. അപ്പൊ സാരംഗി മോളെ, നമുക്കൊരു ഐസ്ക്രീം കഴിച്ചാലോ? ഒരു ഐസ്ക്രീം കഴി. മോളെ ഐസ്ക്രീം കുടിക്കേ. ചേട്ടൻ എന്ത് ചെയ്യേ? സ്കൂളിൽ പഠിക്കാൻ പോയി. മോക്ക് സ്കൂളിൽ പഠിക്കാൻ പോണ്ടായോ? ഞാൻ നേരത്തെ പോയിട്ട് ആണോ? കൊച്ചു നേരത്തെ പോയിട്ട് നേരത്തെ വന്ന് ചേട്ടൻ സ്കൂളിൽ പഠിക്കാൻ പോയത്. അപ്പൊ ഒരിക്കലും നമ്മളിതൊരു പരസ്യമായിട്ട് എടുത്തതല്ല. കാരണം ഈ മോളും മോളുടെ ചേട്ടനോടെ ചേർന്ന് നമ്മുടെ വീഡിയോ കണ്ടിട്ട് അവരുടെ അച്ഛൻ്റെ അടുത്ത് പറയുകയും അങ്ങനെയാണ് സദാനന്ദപുരത്തെ ആ വയ്യാത്ത അച്ഛന് വേണ്ടി ഒരു കട്ടിലും കഥവും ചെയ്തു കൊടുത്തത്. അപ്പൊ ഒരു വലിയ മനസ്സാണ് നമ്മുടെ ഈ ഒരു കുഞ്ഞു മകളുടെയും ആ സഹോദരന്റെയും. അപ്പം തീർച്ചയായിട്ടും ഇതേപോലെ ലൈഫിന്റെ വീടുകളൊക്കെ ആരെങ്കിലും ബുദ്ധിമുട്ടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അധികം പൈസ ഇല്ലാതെ, ഈ കൊച്ചുങ്ങളുടെ മനസ്സിങ്ങനാണെങ്കിൽ ഇവരുടെ അച്ഛൻ്റെ ഒക്കെ മനസ്സ് എത്ര നല്ലതായിരിക്കും. അപ്പൊ ലൈഫിന്റെ വീടൊക്കെ വെക്കുന്നവർക്ക് ഏറ്റവും മിതമായ രീതിയിൽ കതവും കട്ടളയൊക്കെ ജനല് എല്ലാം ചെയ്തു കൊടുക്കും. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് സമീപിക്കാം. അപ്പൊ നമ്മുടെ SS ഫർണിച്ചർ ഷോപ്പ് നമ്മുടെ പടിഞ്ഞാറെ കല്ലടയിൽ നിന്ന് ഫർണിക്കാവ് പോകുന്ന റൂട്ടിലാണ്. അപ്പൊ എല്ലാരും സദാനന്ദപുരത്ത് അപ്പൂപ്പന്റെ വീടിന്റെ പാലാച്ചിന് വരണമെന്ന് പറ. എല്ലാവരും സദാനന്ദപുരത്ത് അപ്പൂപ്പന്റെ വീട്ടിന്റെ പാലാച്ചിന് വരണേ. അപ്പൊ എല്ലാവരും സദാനന്ദപുരത്ത് അപ്പൂപ്പന്റെ വീടിന്റെ പാലാച്ചിന് വരണമെന്നാണ് സാരംഗി മോള് വിളിക്കുന്നത്. അപ്പൊ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരും നമ്മുടെ സദാനന്ദപുരത്തെ അച്ഛൻ്റെ ഒരു അവസ്ഥ അറിയാറുന്നല്ലോ. അപ്പൊ ഒരുപാട് നന്മയുള്ള സുഹൃത്തുക്കൾ കൂടെ നിന്നിട്ടാണ്. അതിലൊരാളാണ് നമ്മുടെ ഈ മോളും മോളുടെ ചേട്ടനും. അപ്പൊ എല്ലാവരോടും ചേർന്നാണ് നമ്മളത് ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ പാലുകാച്ച് ദിവസം ഉടനെ നമ്മൾ പറയും. ഏകദേശം വീട് പണി തീരാറായി. അപ്പൊ അവിടത്തേക്കുള്ള ഫ്രണ്ട് കതവും കട്ടിലുമാണ് മോള് തന്നത്. അപ്പം എല്ലാവരും ഈ നമ്മളെ സഹായിച്ചിട്ടുള്ള സുഹൃത്തുക്കളും അതുപോലെ തന്നെ നമ്മളെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എല്ലാവരും അന്നത്തെ ദിവസം തരണം അല്ലേ മോളെ. അപ്പം നല്ല ടാറ്റ കൊടുക്കും എല്ലാവർക്കും.